എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുൻപ് എല്ലാവരും ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണണം, അല്ലെങ്കിൽ കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പ്രോബ്ലം വായിക്കാം. ABCD ഈസ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് AD ഈക്വൽ ടു BC ആംഗിൾ DAB ഈക്വൽ ടു CBA. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ABD കോൺഗ്രൻറ്റ് BAC, BD equal to AC and angle ABD equal to BAC. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡയറക്റ്റൊക്കെ നമുക്ക് ഈ ഫിഗറിൽ മാർക്ക് ചെയ്യാം. AD ഈക്വൽ ടു BC, ഈ സൈഡും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ DAB ഈക്വൽ ടു CBA. DAB എന്ന് പറയുന്നത് ഈ ആംഗിള്, CBA എന്ന് പറയുന്നത് ഈ ആംഗിൾ. ഇത് രണ്ടും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ ABD കോൺഗ്രൻറ്റ് ട്രയാങ്കിൾ BAC എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ട്രയാങ്കിൾ ABD എന്ന് പറയുന്നത് ഇത് ABD, ഈ ട്രയാങ്കിൾ BAC, ഈ ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് പ്രൂവ് ചെയ്യണം. ഈ ക്വാഡ്രിലാറ്ററലിലെ നമുക്ക് ആവശ്യമുള്ള 2 ട്രയാങ്കിളിൻ്റെ പാർട്സ് മാത്രം ഞാൻ ഇവിടെ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. അതിൽ ഈ ആംഗിളും സെയിം ആണ്. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ ആ സൈഡും ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും സെയിം ആണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ, അതായത് തന്നിട്ടുള്ള ഡാറ്റകൾ നമുക്ക് ആദ്യം ഇവിടെ എഴുതാം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BAC AD ഈക്വൽ ടു BC നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ ഗിവൺ എഴുതി. അതേപോലെ ആംഗിൾ DAB ഈ ആംഗിളും അതും തന്നിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ ഗിവൺ എഴുതി. ഇനി ഈ AB എന്ന് പറയുന്ന ഈ സൈഡ് 2 ട്രയാങ്കിളിനും ഈക്വൽ ആയിട്ടുള്ള, അതായത് കോമൺ ആയിട്ടുള്ള സൈഡാണ്. ഗ്രീൻ ട്രയാങ്കിളിൻ്റെയും യെല്ലോ ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് AB എന്ന് പറയുന്ന സൈഡ്. അപ്പോൾ അതും ഈക്വലാണ് ഇത്. AB ഈക്വൽ ടു AB, കാരണം കോമൺ സൈഡ്. ഈ 2 ട്രയാങ്കിളിൻ്റെയും ഈ സൈഡും ഈക്വലാണ്. അതേപോലെ ഒരു കോമൺ സൈഡും ഉണ്ട്. ഈ 2 സൈഡിൻ്റെയും സെൻറ്ററിലുള്ള ഈ ഇൻക്ലൂഡഡ് ആംഗിളുകളും ഈക്വലാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും വേറൊരു ട്രയാങ്കിളിൻ്റെ 2 സൈഡിനും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളിനോട് ഈക്വലായി കഴിഞ്ഞാൽ SAS കോൺഗ്രൻ്റ് റൂള് വെച്ചിട്ട് ഈ 2 ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ട്രയാങ്കിൾ ABD കോൺഗ്രൻ്റ് ട്രയാങ്കിൾ BAC ബൈ SAS കോൺഗ്രൻ്റ് റൂൾ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പ്രൂവ് ചെയ്തു. അപ്പോൾ 2 ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ABDയും BACയും കോൺഗ്രൻ്റാന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ 2 സൈഡും ഈക്വലായി. ഇനി മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഈ BDയും AC ആണ്. അപ്പോൾ അതാണ് കറസ്പോണ്ടിങ് പാർട്സ് ഈ 2 ട്രയാങ്കിളിൻ്റെ. അപ്പോൾ അതും ഈക്വലാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് എഴുതാം. ട്രയാങ്കിൾ ABD കോൺഗ്രൻ്റ് ട്രയാങ്കിൾ BAC so that BD ഈക്വൽ ടു AC, കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾസ് ആയ കാരണം അല്ലേ. ഇവിടെ ഈ 2 ട്രയാങ്കിളും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ട്രയാങ്കിൾ ABD കോൺഗ്രൻ്റ് ട്രയാങ്കിൾ BAC. ഈ പേര് എഴുതിയ പാറ്റേണിന് നമുക്ക് ഏതൊക്കെ കറസ്പോണ്ടിങ് പാർട്സാണ് ഈക്വൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് ട്രയാങ്കിൾ. ഇതിൻ്റെ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് ആംഗിളും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് ആംഗിൾ അതും ഈക്വലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ A, ഇത് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് ആംഗിൾ B, ഇതും ഈക്വലായിരിക്കും. അതേപോലെ സെക്കൻഡ് ആംഗിൾ
ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സെക്കൻഡ് ആംഗിൾ ബി, ഇതും സെക്കൻഡ് ട്രയാങ്കിളിലെ സെക്കൻഡ് പൊസിഷനിലുള്ള ആംഗിൾ ഈ എ, ഇതും ഈക്വലായിരിക്കും. അതേപോലെ തേർഡ് ഡിയും സിയും, ഫസ്റ്റത്തേലെ ഡിയും സിയും ഇതും ഈക്വലായിരിക്കും. ഇങ്ങനെയാണ് കറസ്പോണ്ടിങ് പാർട്സ് ഈക്വലാന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് സൈഡുകൾ. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഈ എ ബിയും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ബി എയും ഈക്വലായിരിക്കും. എ ബി ബി എ. ഇനി ഈ ബി ഡിയും എ സിയും ഈക്വലായിരിക്കും. ഫസ്റ്റിലെ ബി ഡി ഇത്, എ സി ഇത് ഈക്വലായിരിക്കും. അപ്പോൾ ഇതിന്ന് നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ എ ബി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ ഇതാണ്. അതേപോലെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ബി എ സി എന്ന് പറയാനുള്ള ആംഗിൾ ഇതാണ്. ഇത് രണ്ടും ഈക്വലാന്ന് മനസ്സിലായി. അതാണ് ഈ തേർഡ് പ്രൂവ് ചെയ്യാനുള്ളത്, അതായിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രൻറ്റ് ട്രയാങ്കിൾ ബി എ സി. Therefore, angle ABD equal to angle BAC. കാരണം ബ്രാക്കറ്റിൽ എഴുതാം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻറ്റ് ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ മൂന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.